ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഒരു സൺഡേ ആണ്. ഈ സൺഡേ രാവിലെ ചർച്ചിലൊക്കെ പോയി. ഇപ്പോൾ ഏകദേശം ഉച്ചയായെന്ന് തോന്നുന്നു. ഉച്ച കഴിഞ്ഞു. ഉച്ചകാലമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ രാവിലെ ഇപ്പോൾ ഒരു വാക്കിങ്ങിന് പോവാണ്. വാക്കിങ്ങിന് പോയി തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസം പോയ ആൽഡിയിലോ കോൾസിലോ എല്ലാം കയറി സാധനങ്ങൾ മേടിച്ച് തിരിച്ചു പോകുന്ന പരിപാടിയാണ് എന്നുള്ളത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇച്ചിരി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങളോട് കൂടുതൽ സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഓസ്ട്രേലിയയിൽ കൂടുതലായിട്ടുള്ളത് ഇതുപോലുള്ള യൂക്കാലിപ്സ് മരങ്ങളാണ്. യൂക്കാലിപ്സ് മരങ്ങളുടെ കേന്ദ്രം എന്ന് തന്നെ വേണേൽ പറയാം. അങ്ങനെ ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ. എവിടെ ചെന്ന് പറഞ്ഞാലും അവിടെ ഒരു ചെറിയ മരത്തിൻ്റെ സംഭവമെങ്കിലും ഉണ്ടാവും. യൂക്കാലിപ്സ് മരങ്ങളാണ് എല്ലായിടത്തും കൂടുതലുള്ളത്. അതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ പോലെ യൂക്കാലിപ്സ് തൈലമൊന്നും ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടെന്ന് ഇവിടെ തോന്നുന്നില്ല. പക്ഷേ മരങ്ങളെല്ലാം അതാണ് കൂടുതലുള്ളത്. ധാരാളം ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ഒരു ചെറിയ പോണ്ടാണ്. ഇതിനകത്ത് അത്യാവശ്യം സീ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീ ലൈഫ് അല്ല, പോണ്ട് ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് മീനുകളുണ്ട്, കുറച്ച് താറാവും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതിനകത്ത്. ചുറ്റുമാണ് ഒരു നടപ്പാതയുള്ളത്. ഇതിലെ നടന്നു വരുന്നവർക്ക് ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനായിട്ടൊരു ബെഞ്ച് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഭംഗിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നതിൻ്റെ കാര്യം, ഈ ദിവസങ്ങളിൽ എനിക്ക് ഇച്ചിരി നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ്, അതായത് നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന കുട്ടികൾക്ക് ഇവിടെ അക്കോമഡേഷൻ ശരിയാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരു കമ്പനിയുണ്ട്, യൂണി അബോർഡ് എന്നാണ് പേര്. എൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അതിടാം. യൂണി അബോർഡ് കമ്പനിയുടെ വൺ ഓഫ് ദ പാർട്ട്നേഴ്സാണ് ഞാൻ. ഞങ്ങൾ 7 പേരുണ്ട് അതിൻ്റെ അത് വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഓൾ ഓവർ ഓസ്ട്രേലിയ എവിടെ വേണമെങ്കിലും നമുക്ക് റൂംസ് റെഡിയാക്കി കൊടുക്കാം. നമുക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരു 9,000 പ്ലസ് 2025 റൂംസ് ഇതുവരെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റിങ്ങുകളാണ് ഇത്. പല ആൾക്കാർ ഇതിലേക്ക് ലിസ്റ്റ് ചെയ്യുവാണ്. ഞങ്ങൾക്കൊരു വീടുണ്ട്, റൂമുണ്ടെന്ന് പറഞ്ഞ് നമ്മളതെല്ലാം കീപ്പ് ചെയ്ത് വെക്കും. അങ്ങനെ കീപ്പ് ചെയ്ത് വെച്ച ലിസ്റ്റിങ്ങുകളെല്ലാം ഭാവിയിൽ കുട്ടികൾ ഇതുപോലെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേന് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യ കാലങ്ങളിൽ നമ്മൾ വീടുണ്ടായിരുന്ന സമയത്ത് അവർക്ക് നമ്മുടെ വീട്ടിലേക്ക് ആളിനെ വെക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയ ഒരു പരിപാടിയാണ്. പക്ഷെ അത് ഗ്രാജ്വലി അത് ഇമ്പ്രൂവ് ആയി. ഇപ്പം ചൈനയിൽ നിന്നും മൊറോക്കോയിൽ നിന്നും മെക്സിക്കോ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നും ഈ ജപ്പാൻ, ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ നമുക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ജാനുവരിയിലാണെന്ന് തോന്നുന്നു നമുക്ക് ഏകദേശം 800 മുകളിൽ പിള്ളേരുണ്ടായിരുന്നു. 824 പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു നല്ല പരിപാടിയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഓണർമാർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ലിസ്റ്റ് ചെയ്യുകയും നമ്മുടെ കമ്പനിയിലേക്ക് ലിസ്റ്റ് ചെയ്യുകയും കുട്ടികൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന വെരിഫൈഡ് ആയിട്ടുള്ള റൂമുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരുന്നു. എനിക്ക് കഴിഞ്ഞ 2 ദിവസം തന്നെ എനിക്ക് ഏകദേശം 16 പിള്ളേരോളം വന്നു. ഇന്നലെ രാത്രി ഒരാളെ പോയി പിക്ക് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മൾ പിക്കപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിക്കപ്പിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ അത് ബുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് പ്രോപ്പറായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ പോയി പിക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ എൻ്റെ അടുത്തായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തായതുകൊണ്ട് പിന്നെ ഞാൻ പോയി ആ ആളെ പിക്ക് ചെയ്തു, വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേന് തന്നെ ഏകദേശം 3 മണിയോളമായി രാത്രി. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഏകദേശം ഒരു 9:30-10 മണി വരെ കിടന്നുറങ്ങി. പള്ളിയിൽ പോയി ജസ്റ്റ് ഒന്ന് തല കാണിച്ചു. എന്നിട്ട് നേരെ സാധനങ്ങൾ ഇന്ന് മേടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇച്ചിരി എനർജി വേണം, ഉറക്കത്തിൻ്റെ ഒരു ഫീൽ എനിക്കുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നടന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. ഞങ്ങൾ സാധനം മേടിക്കുന്ന കട നേരെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്, നിങ്ങളെ കാണിക്കുക. ആ കാണുന്ന ഷോപ്പിംഗ് സെൻറ്ററിലാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത്. കാട്ടുമരങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് നല്ല പൂവുണ്ടാകുന്നതാണ്. പക്ഷേ ഇത് കാട്ടിലിങ്ങനെ ഒത്തിരി കാണുന്നൊരു സംഭവമാണ്. ഇതുപോലെ ഒത്തിരി മരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണിത്. പക്ഷേ ഈ പറഞ്ഞ പോലെ
കൂടുതൽ ഏറ്റവും ഉള്ളത് യൂക്കാലിപ്സ് മരങ്ങളാണ്. ധാരാളം താറാവുകളും ധാരാളം കുളക്കോഴികളും ഉള്ള ഒരു ഏരിയയാണിത്. ഒരു ചതുപ്പ് നിലം മുഴുവനായി വെള്ളം കുഴികളുണ്ടാക്കി വെള്ളം കെട്ടി നിറച്ച് അതിനകത്ത് ഓരോ ലേക്കാക്കിയേക്കാണ്. എന്നിട്ട് അതിന് ചുറ്റും ഒരു നടപ്പാത ഉണ്ടാക്കി അതിൽ ഈ പറയുന്ന പോലുള്ള ചെറിയ പാലങ്ങളൊക്കെ വെച്ച് ശരിയായിട്ട് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആക്കി ഇതിനെ തീർത്തിരിക്കുകയാണ്. ഇതാണ് കുളക്കോഴികളാണ് ഈ വരുന്നത്. ഇതിനൊന്നും ഒരു പേടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ വന്നിട്ട് ഇതിന് ബ്രെഡൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇഷ്ടംപോലെ താറാവുണ്ട്. നിങ്ങൾക്ക് അവിടെ ദൂരെ കാണാം. ഒരു 10-30 താറാവെങ്കിലും അതിൻ്റെ അകത്തുണ്ടാവും. ഒരു പയ്യൻ ഇതിലെ കൂടെ സ്റ്റണ്ടും സർക്കസും കാണിച്ചുകൊണ്ട് സൈക്കിൾ നടപ്പുണ്ട്. കുഴപ്പമില്ല, പിള്ളേരെല്ലാം ഇങ്ങനെയാണ്. അവർ ഇവിടെക്കാർ കൂടുതലും നേച്ചറുമായിട്ട് മിങ്കിൾ ചെയ്യാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പിള്ളേരെല്ലാം കൂടുതലും റൂമുകളിൽ കയറി കമ്പ്യൂട്ടറും കളിച്ചുകൊണ്ടിരിക്കുമ്പം ഇവർ വെളിയിലിറങ്ങി നമ്മുടെ പണ്ട് കാലത്തെ ഒരു റുട്ടീനാണ് ഇവരെപ്പോഴും പിന്തുടരുന്ന ഒരു രീതി ഓസ്ട്രേലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതുപോലെ ആർക്കെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. അതിപ്പം ഇന്നതെന്നില്ല, PR-കാരാവാം, അല്ല സ്റ്റുഡൻസ് ആവാം, അല്ല ഈ പറഞ്ഞ പോലെ ആര് വേണമെങ്കിലും ഇവിടെ ആൾക്കാർ കോൺടാക്റ്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ യൂണിയൻ ബോർഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. PR-നുള്ള ആൾക്കാരും അല്ലെങ്കിൽ മൂവ് ചെയ്ത് സിറ്റിസണായിട്ട് വരുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ പലരുണ്ടല്ലോ. അവർക്കെല്ലാ ഹെൽപ്പുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയ സർവീസ് ചാർജ് ആഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സീസണലായിട്ടാണ് വർക്ക്. നമുക്ക് 3 ഇൻടേക്കുകളാണല്ലോ. അതായത് ജാനുവരി ഉണ്ട്, ജൂലൈ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്. ഈ 3 ഇൻടേക്കിലും നമുക്ക് ധാരാളം കുട്ടികൾ വരാറുമുണ്ട്. അതിനനുസരിച്ച് അവരെ പ്രോപ്പറായിട്ട് കേറ്റർ ചെയ്യാറുമുണ്ട്. നമ്മുടെ നാട്ടിൽ പരമ്പ് ഒക്കെ ഉണ്ടാക്കുന്ന തരം അതിൻ്റെ ഫാമിലിയിലുള്ള ഒരുമാതിരി ചെടിയാണ് ഇത്. ശരിയായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ചതുപ്പ് നിലങ്ങളിലൊക്കെ കൂടുതൽ കാണുന്നത് കണ്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് മാംഗ്രോവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതേ ഫാമിലിയിലുള്ള ഒരു ചെടിയാണിത്. ഇതാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായി വളർന്നു നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വെള്ളം വേണം ഇത് വളരാനായിട്ട്. അങ്ങനെയുള്ളത് കൊണ്ടും മാത്രമല്ല ഇത് നല്ല ഗ്രൗണ്ടിന് നല്ല സപ്പോർട്ട് കൊടുക്കുക. എനിക്ക് തോന്നുന്നത് ഇവരിവിടെ കൊണ്ട് പ്ലാന്റ് ചെയ്തായിരിക്കണം. കുറേ താറാവുകൾ രാവിലത്തെ നീന്തലും ഫുഡുമൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. വെരി ക്യൂട്ട്. ഇതുപോലുള്ള ബെഞ്ചുകൾ അവർ എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നടന്നു വരുന്നവർക്ക് കാലിന് വേദനയോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനും സമയം കുറച്ച് ചിലവഴിച്ചതിന് ശേഷം വീണ്ടും നടക്കാനുള്ള പരിപാടിയാണ്. ഇത് ആൾക്കാർ വന്ന് ലൂപ്പ് ചെയ്യും. അതായത് ഇവിടുന്ന് ഒരു 5 ലൂപ്പ് 10 ലൂപ്പൊക്കെ ചെയ്യും. 1 കിലോമീറ്റർ ഉണ്ട് 1 ലൂപ്പ്. അപ്പോൾ 5 തവണ നടന്നു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ നടക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ തൽക്കാലം ഇന്നത് മതി. ഇപ്പോൾ സാധനങ്ങൾ പോയി മേടിക്കുക, വീട്ടിൽ പോവുക. കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളതുകൊണ്ട് ഉച്ചക്കത്തേനുള്ള ഫുൾ എല്ലാം റെഡിയാണ്. വൈകിട്ടത്തേനുള്ള സംഭവങ്ങൾ എന്തായാലും വൈഫ് വീട്ടിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് കൊണ്ട് റെഡിയാക്കി കൊടുക്കണം. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കയറാം, സാധനങ്ങൾ മേടിക്കാനായിട്ട് ആൾഡിയിലേക്ക് പോകാം. ഓക്കെ, ആദ്യം നമ്മൾ പോകുന്ന ഒരു കടയെന്ന് പറയുന്നത് ഇറച്ചി മേടിക്കാനാണ്. അതായത് ചിക്കനൊക്കെ മേടിക്കുന്ന വേറൊരു കടയിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നത്. ഇത് ആൾഡിയിൽ ഇതെല്ലാം കിട്ടും. പക്ഷേ എന്നാലും ഇത് ചിക്കനും മീറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഒരു കടയാണ്. അതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ആ കടയിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ചിക്കൻ മേടിക്കണം, കുറച്ച് ചിക്കൻ്റെ പാർട്സ് മേടിക്കണം. അതായത് ഈ കരളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതേ പറയുന്നത് ലെഗോ എന്തെങ്കിലും മേടിക്കണം, ബീഫ് മേടിക്കണം. അങ്ങനെ കുറേ ഈ വീക്കിലേക്കുള്ള ഇറച്ചി സാധനങ്ങളെല്ലാം ഇവിടെ മേടിക്കും. നമ്മുടെ നാട്ടിലെ ഒരു ഇറച്ചിക്കട എന്നുള്ള ഒരു സങ്കല്പത്തിലുപരിയായി ഇവിടുത്തെ ഇറച്ചിക്കട എന്ന് പറയുന്നത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ലെറ്റ് മീ സീ വാട്ട് ഐ ക്യാൻ ഡു. നമ്മൾ ഏതാണേലും അകത്തേക്ക് പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, ഞാൻ ആൾഡിയുടെ പാർക്കിംഗ് ലോട്ടിലെത്തി. ഇനിയിപ്പോൾ നേരെ അകത്തോട്ട് കയറി സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. ഭയങ്കര കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ കാറ്റാണ് ഇപ്പം. അപ്പോൾ അതിനിടയ്ക്ക് ക്യാമറയും റെക്കോർഡിങ്ങും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ പിന്നീട് ഒരു സമയത്ത് ഓൾറെഡി ഞാനൊരു ആൾഡിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾഡിയുടെ ഒരു ലേഔട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താല്പര്യമുള്ളവർക്ക് അതിൽ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഞാൻ വേറൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ആ വീഡിയോയിൽ കാണുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.